ശിവനെ തേടി അങ്ങനെ ആ സന്തോഷവാർത്ത എത്തുകയാണ്. ആ സന്തോഷവാർത്ത എത്രമാത്രം ശിവന്റെ മനസ്സിന് ആശ്വാസം പകരുന്നുണ്ടെന്ന് പറഞ്ഞ് അറിയിക്കാൻ പറ്റത്തില്ല. ശിവനെ തേടിയെത്തിയ ആ സന്തോഷവാർത്ത മറ്റൊന്നുമല്ല, അഞ്ജലി ശിവനെ ഒരു ഭർത്താവായി കണക്ക് കൂട്ടുകയും ശിവനെ സ്നേഹിക്കാനും തുടങ്ങുന്നു. മനസ്സിൽ ശിവന് അത് നൽകുന്ന ആശ്വാസം ചെറുതൊന്നുമല്ല. അങ്ങനെ അഞ്ജലി ശിവനോടുള്ള വെറുപ്പും വിദ്വേഷവും എല്ലാം മാറ്റി ശിവനെ സ്നേഹിച്ചു തുടങ്ങുകയാണ്, ഒരിക്കലും പിരിയാനാവാത്ത വിധം. കാരണം ശിവന് അഞ്ജലി തന്നോട് വെറുപ്പ് കാണിക്കുന്നതിൽ മനസ്സിൽ നല്ല വിഷമവും മറ്റും ഉണ്ട്. അത് പുറത്ത് പ്രകടമാക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. താലി കെട്ടിയ പെണ്ണ് തന്നോട് ഒരു വെറുപ്പ് കാണിക്കുമ്പോൾ എത്രമാത്രം ഒരു പുരുഷന് വേദന ഉണ്ടാകുമെന്ന് അതുപോലെ തന്നെയാണ് ശിവനും ശിവന്റെ മനസ്സിലുള്ള ആ വേദന അടക്കിപ്പിടിച്ച് പുറത്ത് ദേഷ്യം കാണിക്കുന്നത്. എന്തായാലും ജീവിതകാലം മുഴുവൻ തന്നോടൊപ്പം ജീവിക്കേണ്ട ഒരു പെണ്ണ് തന്നോട് ഇങ്ങനെ ഒരു അകൽച്ചയും വിദ്വേഷവും വെറുപ്പും ദേഷ്യവും പകയും എല്ലാം കാണിക്കുന്നത് ശിവന്റെ മനസ്സിനെ വല്ലാതെ കുത്തി നോവിക്കുന്നുണ്ട്. എന്നാൽ അഞ്ജലി തന്നെ സ്നേഹിക്കുകയും തുടങ്ങുന്നതോടുകൂടിയും അതുപോലെ തന്നെ അഞ്ജലി എല്ലാ വെറുപ്പും വിദ്വേഷവും എല്ലാം മാറ്റി ശിവനോട് വളരെ സ്നേഹത്തിലും കരുണയിലും പെരുമാറുന്നത് ശിവന്റെ മനസ്സിന് നൽകുന്ന ആശ്വാസവും സന്തോഷവും പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ഒന്നല്ല. അങ്ങനെ ശിവനും അഞ്ജലിയും ഒന്നാവുകയും സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുകയും ചെയ്യുകയാണ്. എന്തായാലും അധികം വൈകാതെ തന്നെ ശിവനും അഞ്ജലിയും ഒന്നാകുന്ന ആ സന്തോഷം അവരെ തേടി എത്തുകയാണ്. ശിവന് ആ നൽകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാനും കഴിയുന്നില്ല. ശിവന്റെ ജീവിതത്തിൽ എന്നും കഷ്ടപ്പാടുകൾക്കും ദുരിതങ്ങൾക്കും ഇടയിൽ ശിവന് കിട്ടിയ ആ സന്തോഷം എങ്ങനെ പറഞ്ഞറിയിക്കണമെന്നും അറിയില്ല. ശിവനെ തേടി ആ സന്തോഷ വാർത്ത എത്തുന്നതോടുകൂടി എല്ലാം അവരുടെ ജീവിതം മാറി മറിയുകയാണ്. അവർ പരസ്പരം സ്നേഹിക്കാനും പ്രണയിക്കാനും മറ്റുമെല്ലാം തുടങ്ങുന്നു. അങ്ങനെ ശിവന്റെ ജീവിതം